ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം ഇന്ന് എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് പോയി, നമുക്ക് നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് മാർക്കറ്റിനകത്തിൽ നമുക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഗ്യാപ്പ് അപ്പ് കിട്ടി, നമ്മളവിടെ ഒരു ട്രേഡ് എടുത്തു. ഇന്നലെ ഹോൾഡ് ചെയ്തവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി. പിന്നെ നമ്മളൊരു ട്രേഡ് എടുത്തു, അത് നല്ല പ്രോഫിറ്റ് കിട്ടി. മൂന്നാമതൊരു ചെറിയ ട്രേഡ് എടുത്തു, പക്ഷേ അത് SL അടിച്ചു. പിന്നെ നമ്മൾ ട്രേഡ് ചെയ്തില്ല. 3 ട്രേഡ് നമ്മൾ പറഞ്ഞേക്കുന്ന ഒരു ദിവസം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഞാൻ ട്രേഡും തന്നില്ല, പക്ഷെങ്കിൽ എൻ്റെ പ്രൈസ് ആക്ഷൻ പാർട്ട് 4 കണ്ടവർക്ക്, അത് ശരിക്കും മനസ്സിരുത്തി പഠിച്ചവർക്ക് ഇന്നൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. സുഖമായിട്ട് ശരിക്കും നിങ്ങൾക്കത് മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യാൻ നല്ലൊരു അവസരം ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ആ ട്രേഡ് എടുത്തു. ഞാൻ അവസാനം അതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആ ട്രേഡ് ഞാൻ എടുത്തു. ഓക്കെ, അപ്പം അതിനകത്ത് 2 ഡബിൾ കൺഫർമേഷൻ ഉണ്ടായിരുന്നു. ഡബിൾ കൺഫർമേഷൻ നമുക്ക് ആ ട്രേഡ് എടുക്കാൻ വേണ്ടി. അപ്പം ഓക്കെ, നമുക്ക് ആദ്യം ഇതിൻ്റെ കഥ പറയാം. ഓക്കെ, മാർക്കറ്റ് ഇന്നലെ എല്ലാവരും മാർക്കറ്റ് വീണ്ടും താഴെ പോകുമെന്ന് വിചാരിച്ച് എല്ലാവരും പുട്ട് വാങ്ങിച്ചു വെച്ചു. രാവിലെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 150 പോയിൻ്റ് മേലോട്ട് പോയി. ഒരു 60 പോയിൻ്റ്, ഞാൻ പറഞ്ഞത് ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു 100 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന്. ഇന്ന് 65 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് കിട്ടിയതിന് ശേഷം അവിടെ നിന്ന് ഒരു 150 പോയിൻ്റ് മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പോഴാണ് നമുക്ക് നല്ലപോലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയത്. ശരിയല്ലേ? അവിടുന്ന് പിന്നെ മാർക്കറ്റ് ഒരു പതുക്കെ ഗ്രൈൻഡ് ചെയ്ത് പതുക്കെ താഴോട്ട് മാർക്കറ്റ് വരുമായിരുന്നു അല്ലേ. നമ്മളിപ്പോൾ പിന്നെ രണ്ടാമതെടുത്ത് കോൾ ഇവിടുന്ന് ഇവിടം വരെയാണ് നമ്മളെടുത്തത് അല്ലേ. അതിന് ശേഷം പിന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ലായിരുന്നു. പിന്നെ മാർക്കറ്റ് പതുക്കെ താഴോട്ട് വരികയായിരുന്നു. കാരണം വേറെ ഗ്ലോബൽ ക്യൂസ് ഒന്നും പോസിറ്റീവായിട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ ഒരെത്തും പിടിയില്ലാതെ ഇങ്ങനെ പോകുന്നത്. അപ്പം നമുക്ക് ഇതിന് ശേഷം നമ്മളിവിടെ മാർക്കറ്റ് ഏകദേശം നമ്മളൊരു ഒരു 10 പോയിൻ്റൊന്നും 10:30 നാട്ടിലെ 10:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ട്രേഡ് അവസാനിപ്പിച്ച് നമ്മൾ പരിപാടി അവസാനിപ്പിച്ചതല്ല ഇല്ലേ. പിന്നെ നമ്മൾ മാർക്കറ്റ് ചുമ്മാ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ ചുമ്മാ നോക്കിയിരുന്നപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടോ, ശ്രദ്ധിച്ചോ ഇല്ല, അറിയത്തില്ല. ഓക്കെ, ലാസ്റ്റ് നിങ്ങൾ പ്രൈസ് ആക്ഷൻ കണ്ടവർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചത് മർബോസും എൻഗൾഫിങ്ങുമാണ് പഠിച്ചത് ഇല്ലേ. ഈ 2 സിനാരിയോയും ഇന്നത്തെ ചാർട്ടിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി അറിയാം. ശരിക്കും ചാർട്ട് ശ്രദ്ധിക്കുന്നവർക്കാണെങ്കിൽ നല്ലപോലെ അറിയാൻ പറ്റും. ഇതാ നോക്ക്, ഇവിടെ ഒരു വരച്ച് കാണിക്കാം. ഇവിടെ ഒരു മർബോസു, ബെയറിഷ് മർബോസു ഇതാ ഇവിടെ വന്നു. ചെറിയൊരു വിക്കുണ്ട്. ഇത് മർബോസ് എന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടറ്റത്തും താഴെ മുകളിലും ചെറിയ വിക്കുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് അതിനെ തള്ളിക്കളയാം. എങ്കിലും അതിൻ്റെ ഇത് അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ താഴെ വീണ ക്യാൻഡിൽ ഇത് ഏകദേശം ഇതിനേക്കാളും ഇച്ചിരി സ്ട്രോങ്. ഇത് ഇച്ചിരി സ്ട്രോങ് ക്യാൻഡിലാണ്, എങ്കിലും ഇതിനേക്കാളും സ്ട്രോങ് ക്യാൻഡിലാണ് ഇത്. ഈ മർബോസ് ഫുൾ ബോഡിയാണ് ഇല്ലേ. ഒരു ചെറിയൊരു പൊട്ട് പോലൊരു സംഭവമേ ഉള്ളൂ, ഫുൾ ബോഡിയാണ്. അപ്പം നമുക്കിതിനെ ഒരു മർബോസോട്ട് കണക്കാക്കാം ഇല്ലേ. അപ്പം നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാൻ പറ്റും. ശരിയല്ലേ? മർബോസ് അത് നമ്മൾ ട്രേഡ് എടുത്ത് താഴോട്ട് വന്നു. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഇതിന് നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുത്തെങ്കിൽ ഒന്നുകിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇതിനായിരിക്കും, അല്ലെങ്കിൽ ഇച്ചിരി വൈഡ് സ്റ്റോപ്പ് ആണെങ്കിൽ ഇതിനെ മുകളിൽ വെക്കും അല്ലേ. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിൽ തന്നെ വെക്കാം. അടിക്കുന്നെങ്കിൽ അടിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചു അല്ലേ. ഈ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇവിടെ എൻട്രി എടുത്തു. അപ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നമുക്ക് വലിയ 5, 6, 8, 10 പോയിൻ്റ് കൂടുതൽ സ്റ്റോപ്പ് ലോസ് അടിക്കത്തില്ല. അപ്പോൾ നമ്മൾ അടുത്ത ട്രേഡ് എടുത്തു. നമ്മൾ ട്രേഡ് എടുത്തു. മാർക്കറ്റ് താഴോട്ട് വന്നു, പിന്നെ മേലോട്ട് കയറി, പിന്നെ ഇവിടുന്ന് മുകളിലോട്ട് കയറി, പിന്നെ ഒരു റെഡ് ക്യാൻഡിൽ വീണു. പക്ഷേ ഈ ക്യാൻഡിൽ നോക്കിക്കേ നിങ്ങൾ, ഇത് കണ്ടോ? എന്താ സംഭവം ഇത് കണ്ടോ? ഇതൊരു ബെയറിഷ് എൻഗൾഫിംഗ് ആണ് ഈ ചാനൽ. ഇത് കണ്ടോ? അതായത് പ്രീവിയസ് ക്യാൻഡിലിനെ ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ ബോഡിയും കവർ ചെയ്ത് വിക്കും കവർ ചെയ്തു ഇല്ലേ. ഒരു ബെയറിഷ് എൻഗൾഫിങ്. ഇനി ഈ മർബോസ് കാണാത്തവർക്ക് ഈ എൻഗൾഫിങ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രേഡ് ഉണ്ടായിരുന്നു ഇല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളൊക്കെ അവസരം വരുമ്പോൾ നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഓക്കെ, ചിലപ്പോൾ ചെറിയ നഷ്ടം വരുമായിരിക്കും, നോ പ്രോബ്ലം. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഒരു കോൺഫിഡൻറ്റ് കിട്ടും. മനസ്സിലായി? ഞാൻ ഈ ട്രേഡ് ഞാൻ ഈ എൻഗൾഫിങ്ങിൻ്റെ അവിടെ നിന്ന് എടുത്തു. ഈ മർബോസ് കണ്ടതിന് ശേഷം ഞാൻ ഈ എൻഗൾഫിങ്ങിൻ്റെ അവിടെ നിന്നാണ് ട്രേഡ് എടുത്തത്.
മനസ്സിലായോ? എന്നിട്ട് ഞാൻ ഇത് ഹോൾഡ് ചെയ്തു, ഞാൻ ഇവിടം വരെ ഹോൾഡ് ചെയ്തു, ഇവിടെയൊക്കെ പോയിട്ടൊന്നും ഞാൻ വിട്ടില്ല ഇത്. കാരണം നമുക്ക് ഈ ട്രെൻഡ് ഡൗൺ ആണെന്നുള്ള കാര്യം ഓൾറെഡി 4 ക്യാൻഡിൽ വേണമെങ്കിൽ പെട്ടെന്ന് ഇറങ്ങുകയാണെങ്കിൽ 4 ക്യാൻഡിൽ വേണേൽ ഇറങ്ങാമായിരുന്നു, സുഖമായിട്ട് ഇറങ്ങാമായിരുന്നു. ഇല്ലെങ്കിൽ ഇത് അവസാനം വരെ നമുക്കിതിൻ്റെ ഫ്യൂച്ചർ നോക്കാം. കണ്ടോ, ഇവിടെ ഫ്യൂച്ചർ അവസാനം മാത്രമേ ഉള്ളൂ ഒരു സ്ട്രെങ്ത് കാണിച്ചിട്ടുള്ളൂ, ഇല്ലേ? ബാക്കിയെല്ലാം നല്ല ഇത് നോക്കിയേ, ഇവിടെ നോക്കിയേ, ഈ മർബോസിൻ്റെ വോളിയം നോക്കിക്കേ, ഈ മർബോസിൻ്റെ വോളിയം നോക്കി, കണ്ടോ, നല്ല ഹ്യൂജ് വോളിയമാണ്. അപ്പോൾ തന്നെ നമുക്കൊരു കൺഫർമേഷനാണ്, ഓക്കെ സെല്ലിങ് തുടങ്ങി. കാരണം ഇവിടെ ഒക്കെ നോക്കിയേ വോളിയം, ഗ്രീൻ ഒന്നിനും ഒരു മേൽക്കോയ്മയില്ല, ഇല്ലേ? എല്ലാത്തിനും മേൽക്കോയ്മ എവിടെയാണ്? ഗ്രെഡിനാണ് മേൽക്കോയ്മ, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ റെഡ് ക്യാൻഡിൽ നോക്കി, ഈ റെഡ് ക്യാൻഡിലിന് നല്ല വോളിയം ഉണ്ട്, ഇതിന് വലിയ വോളിയം ഇല്ല, അപ്പോൾ നമുക്കത് ഒഴിവാക്കാം. പക്ഷേ അടുത്ത വീണ ക്യാൻഡിലിന് നല്ല വോളിയം, ഫുൾ ബോഡിയോ, അപ്പം നമ്മൾ എന്തോ അവിടെ ഭയങ്കര സെല്ലിംഗ് പ്രഷറാണ്, അപ്പോൾ മാർക്കറ്റ് താഴോട്ട് വീഴും. അപ്പോൾ അടുത്ത വീണതിന് നല്ല വോളിയം ഉണ്ട്, അടുത്തതിന് നല്ല വോളിയം ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് പിന്നെ താഴെ, പിന്നെ ചെറിയ 2 ഗ്രീൻ ക്യാൻഡിൽ വീണു. ഗ്രീൻ ക്യാൻഡിൽ വീണെങ്കിൽ ഇവിടുന്ന് റിജക്ഷനാണ്, ഇല്ലേ? ഇവിടുന്ന് താഴെ നിന്ന് റിജക്ഷൻ വന്ന് മേലോട്ട് പോകാൻ ശ്രമിച്ച് നോക്കി, പക്ഷേ മേലോട്ട് പോയിട്ടും നമ്മുടെ ഈ ക്യാൻഡിലിനെ ഒക്കെ പിന്നെ ഓവർകം ചെയ്യുന്ന, അല്ല ഇതിനെ കടത്തി വെട്ടുന്ന ഒരു വോളി നമുക്കിവിടെ ഇല്ല, ഈ ഗ്രീൻ ക്യാൻഡിലിനില്ല, ശരിയല്ലേ? പിന്നെ അടുത്ത ഗ്രീൻ ക്യാൻഡിലിന് ചെറിയ ഗ്രീൻ ക്യാൻഡിൽ വീണ്, അടുത്ത വീണത് പിന്നെ ഗ്രാജുവലി കൂടി വരുമോ വോളിയം, ശരിയല്ലേ? അതിനനുസരിച്ച് മാർക്കറ്റ് താഴോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഇതൊരു മദർ ക്യാൻഡിലായിട്ട് നമുക്ക് ഈ ക്യാൻഡിൽ ഇതിനെ വെല്ലുന്ന ഒരു ക്യാൻഡിൽ പിന്നെ നമുക്ക് വേറെ വന്നിട്ടില്ല. അപ്പോൾ തന്നെ ഈ എൻഗൾഫിങ്ങും ഈ മർബോസും കൂടെ രണ്ടും കൂടെ ഡബിൾ കൺഫർമേഷൻ വന്നപ്പോഴത്തേക്ക് മാർക്കറ്റ് താഴോട്ട് വരുന്ന കാര്യം ഓൾറെഡി കൺഫേമായി, ഇല്ലേ? അങ്ങനെ നമുക്ക് ഈ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ആരും ഉപയോഗിച്ചില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഉപയോഗിച്ചു, അത് വേറെ സത്യം. ഓക്കെ, അപ്പം ഇതാണ് ചാർട്ടിനകത്തിൽ നമ്മളപ്പം ഇതിപ്പോൾ ഇന്ന് പഠിച്ചതല്ലേ. പക്ഷേ നാളെ ഇതുപോലെ ഓപ്പർച്യൂണിറ്റി വരും. ആ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ അതിനകത്ത് പരീക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് ട്രേഡ് കണ്ടെത്തുക. നമ്മൾ എന്ന് സ്വന്തമായിട്ട് ചാർട്ടിനകത്ത് ട്രേഡ് കണ്ടെത്താൻ പഠിക്കുന്നു, അന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അന്ന് പിന്നെ നിങ്ങൾക്ക് ആരുടെ ആശ്രയമില്ലാതെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം നിങ്ങൾ അങ്ങനെ ആ ഒരു തലത്തിലേക്ക് നിങ്ങൾ വരണം എല്ലാവരും. അപ്പം സ്വന്തമായിട്ട് ട്രേഡ് എടുക്കാൻ പഠിക്കുക, സ്വന്തമായിട്ട് ചാർട്ടിനകത്തിൽ പാറ്റേൺസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആ ട്രേഡ്, ചിലപ്പോൾ ചില നഷ്ടം വരും, നോക്കിക്കോട്ടെ, നോ പ്രോബ്ലം, പോട്ടെ, സാരമില്ല. പക്ഷേ നമുക്കതൊരു പാഠമല്ലേ. അങ്ങനെ ചിലപ്പോൾ 10 ട്രേഡ് എടുക്കുമ്പോൾ 2-3 ട്രേഡ് SL അടിച്ചാലും ബാക്കി 7 ട്രേഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ലാഭമല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു തലത്തിലേക്ക് വരണം. ഓക്കെ, അപ്പം വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇന്ന്. ഇതാണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ ഞാനിന്ന് പറയാൻ വേണ്ടിയാണ് കൂടുതലും സമയം ചിലവഴിച്ചത്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മാർക്കറ്റ് ഇപ്പോഴും ഒരു അൺസർട്ടനിറ്റിയാണ്, എന്ത് ചെയ്യും, എങ്ങോട്ട് പോകുമെന്നുള്ള ഒരു പിടുത്തവും ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് നാളത്തെ ലെവലുകളും വേറെ വരയ്ക്കാനൊന്നും ഇല്ല ലെവലുകൾ. കാരണം ഇങ്ങനെ ഇങ്ങനൊരു അൺസർട്ടനിറ്റി നിൽക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. എനിവേ നമുക്ക് നോക്കാം, ഇതൊക്കെ അങ്ങ് എടുത്ത് കളയാം. ഇത് ഇൻവാലിഡായി. ഓക്കെ, വേറെ നമുക്ക് നോക്കാൻ, ഇതും ഇൻവാലിഡായി. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, അത് കാരണം ഓക്കെ, ഇത് ഓക്കെയാണ്. പിന്നെ നമുക്ക് ഇവരെ നമുക്ക് ഇങ്ങോട്ട് വെക്കാം, ഇങ്ങനെ നിൽക്കട്ടെ, ഇങ്ങനെ വെച്ചാലോ? ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പം പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് ഒരു കൺഫർമേഷൻ ഇല്ല അതിന്. നമുക്ക് ഇവിടെ ഒരു വര ചുമ്മാ ഇവിടെ വരച്ച് വെച്ച് നോക്കിയേക്കാം, ഇവിടെ വെച്ചേക്കാം ഒരു വര. ചിലപ്പോൾ ഇതുകൊണ്ട് ഉപകാരപ്പെടും, ഈ ഒരു വര കൊണ്ട് സാധ്യത ഉണ്ട്, അതിനൊരു ഉപകാരപ്പെടാനുള്ളൊരു സാധ്യത അതിനകത്ത് കാണുന്നുണ്ട് അവിടെ. ഓക്കെ, പിന്നെ ബാക്കിയെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ. അപ്പം നമുക്ക് മാർക്കറ്റ് നാളെ ഇതിന് മേലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബുള്ളിഷായിട്ട് നമുക്ക് കണക്കാക്കാം. ഇല്ലെങ്കിൽ ഇവിടുന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് താഴോട്ട് ഇത് നോക്കാം. നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന മാത്രമേ നമുക്കൊരു കറക്റ്റ് ഐഡിയ കിട്ടത്തുള്ളൂ. കാരണം ഇപ്പം നമുക്ക് ചാർട്ടൊന്നും ശരിക്കും അതിൻ്റെ കറക്റ്റ് പോയിൻ്റൊന്നും കിട്ടത്തില്ല. കാരണം ഇങ്ങനെ ഒരു വയലൻ്റ് മൂവ് എങ്ങോട്ടും വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നും പറയാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒന്ന് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. കാരണം അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല.
അപ്പം ഇതാണ് നിങ്ങൾ ചാർട്ട് പഠിക്കുക. ചാർട്ടിനകത്തിൽ കൂടെ എപ്പോഴും നിങ്ങൾ ചാർട്ടിനകത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള അവസരങ്ങൾ കണ്ട് എത്താൻ ശ്രമിക്കുക. ഇതിന് വേറെ ഓക്കെ, ഇത് തന്നെ വെക്കാം. ഇത് തന്നെ ആയിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് വേണ്ട, വിട്ടേക്കാം. ഓക്കെ, ഇങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, ഇങ്ങനെ നിൽക്കട്ടെ. അപ്പം ഇതാണ് ഇന്ന് പറയാനുള്ളത്. അപ്പം ഓക്കെ, നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. എല്ലാവരും പഠിക്കുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും പഠിക്കുക. ചാർട്ടിനകത്തിൽ അതിൻ്റെ പാറ്റേൺസ് കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾ ഈ പറയുന്ന പോലെ പ്രൈസ് ആക്ഷൻ്റെ ഞാൻ ചെയ്തിട്ടേക്കുന്ന വീഡിയോ ജസ്റ്റ് നിങ്ങൾ സമയം പോലെ കാണാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ കാണാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. സ്വന്തമായിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് വിജയിക്കാൻ പറ്റും. ഇനി ഞാൻ ഗ്രൂപ്പിലും കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഓക്കെ, നമുക്ക് വിജയിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ടേ ഒക്കത്തുള്ളൂ. നമ്മളൊരു ബിസിനസ്സിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടണ്ടേ? ചുമ്മാ വീട്ടിലിരുന്ന കാശ് കിട്ടുമോ? കിട്ടത്തില്ല. അപ്പം നമ്മളിതൊരു ബിസിനസ്സായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. അപ്പം ആ ഒരു ബിസിനസ് എന്ത് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മളിതിനെ കണക്കാക്കി പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും ഒക്കെ ശ്രമിക്കുക. പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.